നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഇക്കണോമിക്സ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി +1 ഇക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടായ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നുറപ്പുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത് എന്ന് കാണിക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് തീർച്ചയായും കണ്ടിരിക്കണം. +1 ഇക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ പുസ്തകം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആദ്യത്തെ പാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ 1 മുതൽ 4 വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, തീർച്ചയായിട്ടും കാണണം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ 5ാമത്തെ ചാപ്റ്ററാണ്. ആവറേജസ് എന്ന് പറയും. ആവറേജസ് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവറേജസ് കണക്കാക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു 2 മാർക്കിന് വരെ പഠിച്ചു വയ്ക്കുക. ആവറേജസ് കണക്കാക്കുന്നത് 3 രീതിയിലാണ്. 1 അരിത്മെറ്റിക് മീൻ, 2 മീഡിയൻ, 3 മോഡ്. ആ ചോദ്യങ്ങൾ 2 മാർക്കിന് സാധ്യത കാണുന്ന ഒരു ചോദ്യമാണ്. മീൻ, മീഡിയൻ, മോഡാണ് ആവറേജസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ആവറേജസ് ഏതാണ്, ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഓഫ് ആവറേജസ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കൊടുക്കേണ്ടത് അരിത്മെറ്റിക് മീൻ, മീഡിയൻ, മോഡ് എന്നിവയാണ്. അരിത്മെറ്റിക് മീൻ നമുക്കറിയാം, സിമ്പിൾ മീൻ, വെയ്റ്റഡ് മീൻ, ഹാർമോണിക് മീൻ, ഇങ്ങനെയുള്ള കുറേ മീനുകളുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. 3 മീനുകൾ തൽക്കാലം അവിടെ പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ മീൻ നമുക്ക് 3 രീതിയിലാണ് കാൽക്കുലേഷൻ നടത്താനുള്ളത്. 3 സീരീസിൽ, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, അതുപോലെ കണ്ടിന്യൂസ് സീരീസ്, വ്യക്തിഗത ശ്രേണി, അസന്തത ശ്രേണി, സന്തത ശ്രേണി. ഇതിൽ സാധ്യത കൂടുതലുള്ളത് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിനൊരു ചോദ്യം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മീൻ, മീഡിയൻ, മോഡ് കാണാനോ അല്ലെങ്കിൽ മീനും മീഡിയനും കാണാനോ അല്ലെങ്കിൽ മീനും മോഡും കാണാനോ ചോദിക്കും. അത് 8 മാർക്കിനാണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ ഈ 3 കാര്യങ്ങൾ കാണാൻ വേണ്ടി പറയാറുണ്ട്, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ കാണാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് പഠിക്കാം. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ കാണുന്നതിന് വേണ്ടി നമുക്ക് ചോദ്യത്തിൽ കോമട്ട് സംഖ്യകൾ തരും, അല്ലെങ്കിൽ ഒരു ബോക്സിനുള്ളിൽ സിംഗിൾ ബോക്സിനുള്ളിൽ സംഖ്യകൾ തരും. മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമവാക്യം x ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്ന സമവാക്യമാണ്. x ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. അത് കാണുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക, എന്നിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മീൻ കാണാൻ പറ്റും. അതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. നേരെ മറിച്ച് കണ്ടിന്യൂസ് സീരീസ് പ്രകാരം മീൻ കാണാൻ, മീൻ്റെ മലയാളം മാധ്യം കാണാൻ വേണ്ടി പറയുമ്പോൾ കണ്ടിന്യൂസ് സീരീസ് സന്തത ശ്രേണി തന്നിട്ട്, അതായത് ഒരു 2 കോളം, ഒരു കോളത്തിൽ ക്ലാസും രണ്ടാമത്തെ കോളത്തിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയും തന്നുകൊണ്ടാണ് നമ്മളോട് മീൻ കാണാൻ പറയുന്നതെങ്കിൽ നമ്മളവിടെ മീൻ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമവാക്യം x ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുന്ന സമവാക്യമാണ്. x ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന സമവാക്യമാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തു വെച്ച വീഡിയോസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തേതല്ലേ എന്ന് വിചാരിച്ചാരും കാണാതെ ഇരിക്കേണ്ട. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ വർഷവും പഠിക്കാനുള്ളത്. അതുകൊണ്ട് പഴയ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, പുതിയ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കാതെ പഴയ വീഡിയോകൾ കാണുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് പ്രകാരം മീൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് സീരീസ് പ്രകാരം മീൻ കാണുമ്പോൾ നമുക്ക് 2 കോളാണ് തരിക. ഒന്നാമത്തെ കോളത്തിൽ ക്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് എന്നുണ്ടാവും, അല്ലെങ്കിൽ മാർക്ക് എന്നൊക്കെ തരും. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ മാർക്കാണെങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ കുട്ടികളുടെ എണ്ണം എന്നായിരിക്കും. ഇനി ക്ലാസ് ആണെങ്കിൽ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്നുണ്ടാകും. എന്തായാലും ഒന്നാമത്തെ കോളത്തിനെ എക്സ് ആയിട്ടും രണ്ടാമത്തെ കോളത്തിനെ എഫ് ആയിട്ടുമാണ് നമ്മൾ എഴുതേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ പിന്നെ എഫ് എക്സ്, ഇതിൽ നിന്ന് നമ്മൾ 2 സമവാക്യം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. x ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിക്കാം. കോമൺ ആയിട്ട് നമ്മളതാണ് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് x ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ എന്ന് ഉപയോഗിക്കാം. എം എന്ന് പറയുമ്പോൾ മിഡ് പോയിൻ്റ് ആണ്. ആ മിഡ് പോയിൻ്റ് തന്നെയാണ് നമ്മളിവിടെ സ്മോൾ എക്സ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം അത് കാണാൻ വേണ്ടി എന്തായാലും നിങ്ങളത് പഠിക്കണം, ചോദ്യം വരുന്നതാണ്. രണ്ടാമത്തെ പാർട്ടാണ് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയനിലും നമ്മൾ ഇൻഡിവിജ്വൽ സീരീസും അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസും പഠിച്ചു വെക്കുക.
ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കാണാൻ അല്ലെങ്കിൽ മധ്യാങ്കം കാണാൻ പറഞ്ഞാൽ നമ്മളവിടെ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യകൾ ഓർഡറിലാണോ എന്ന് ശ്രദ്ധിക്കണം ആദ്യം. അതായത് ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ കോമട്ട് സംഖ്യകൾ തന്നാൽ അല്ലെങ്കിൽ സിംഗിൾ കോളത്തിൽ സംഖ്യകൾ തന്നാൽ ആ സംഖ്യകൾ ആരോഹണ ക്രമത്തിലാണോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലാണോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അല്ലെങ്കിൽ അതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിലേക്ക് മാറ്റണം. എന്താണ് ആരോഹണ ക്രമം അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ എന്താണ്? ചെറിയ സംഖ്യ ആദ്യം എഴുതി അതിൻ്റെ വലുത് പിന്നീട് അതിൻ്റെ വലുത് പിന്നീട് അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് സംഖ്യകൾ ആദ്യം എഴുതി വെക്കണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് സംഖ്യകൾ എഴുതണം. അതാണ് അസെൻഡിങ് ഓർഡർ ആക്കുക അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഡർ ആക്കുക എന്നർത്ഥം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ തന്നിരിക്കുന്ന സംഖ്യകൾ 2 തുല്യ ഭാഗങ്ങളാക്കി വിഭജിക്കാൻ കഴിയുമോ എന്ന് ശ്രദ്ധിക്കുക. തുല്യ ഭാഗങ്ങളാക്കി നമ്മൾ വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ നടുക്ക് നമുക്ക് കിട്ടുന്ന സംഖ്യയായിരിക്കും മീഡിയൻ അഥവാ മധ്യാങ്കം എന്ന് പറയുന്നത്. അതായത് മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിഡിൽ വാല്യൂ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷനിലെ മിഡിൽ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ, അല്ലെങ്കിൽ അതിനെ പൊസിഷണൽ ആവറേജ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ചോദ്യം വൺ വേർഡ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പൊസിഷണൽ ആവറേജ്? താഴെ തന്നിരിക്കുന്നതിൽ പൊസിഷണൽ ആവറേജ് ഏതാണ് എന്ന് ചോദിക്കും. ഓപ്ഷനിൽ മീൻ, മീഡിയൻ, മോഡ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ മീഡിയൻ ആണ് പൊസിഷണൽ ആവറേജ് അല്ലെങ്കിൽ മധ്യാങ്കം എന്നറിയപ്പെടുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇൻഡിവിജ്വൽ സീരീസിൽ തന്നിരിക്കുന്ന സംഖ്യകളെ ഓർഡറാക്കി മാറ്റുക എന്നുള്ളതാണ്. ഓർഡറാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ അതിന് നടുക്ക് സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെടുത്ത് എഴുതുക. അതായിരിക്കും മീഡിയൻ. ഇനി അതല്ലെങ്കിൽ നമുക്ക് സമവാക്യം ഉപയോഗിക്കാം. മീഡിയൻ കാണാനുള്ള സമവാക്യം n+1/2 ഐറ്റം കാണുക എന്നുള്ളതാണ്. n+1/2 ഐറ്റം എന്നാണ് പറയുക. n+1/2 ഐറ്റം കാണുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ n എന്ന് പറയുമ്പോൾ അവിടെ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണമാണ്. അതുപോലെ തന്നെ ആ എണ്ണത്തെ 1 കൊണ്ട് കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന ഉത്തരം ആ സംഖ്യ ഏതാണോ ആ സംഖ്യ അത്രാമത്തെ സംഖ്യ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. അതായത് n+1/2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യ എന്താണോ ആ സംഖ്യ ആ സീരീസിൽ പോയിട്ട്, അതായത് നമ്മൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ക്രമമായി എഴുതിയിട്ടുള്ള ആ സീരീസിൽ പോയിട്ട് സംഖ്യ എണ്ണി നോക്കുക. എണ്ണി നോക്കിയിട്ട് ഉത്തരത്തിൽ കിട്ടിയിരിക്കുന്ന സംഖ്യ എത്ര? അപ്പോൾ 6 കിട്ടിയിരുന്നതെങ്കിൽ 6ാമത്തെ സംഖ്യ ഏതാണോ അതായിരിക്കും മീഡിയൻ. അങ്ങനെയാണ് അത് കാണേണ്ടത്. ഇതെല്ലാം വീഡിയോ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ചോദ്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വിവരണം കൂടെ തരുന്നു എന്ന് മാത്രമാണ്. ഓക്കെ, ഇനി അതിൻ്റെ മീഡിയൻ്റെ കണ്ടിന്യൂസ് സീരീസ് കാണാനാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. കണ്ടിന്യൂസ് സീരീസ് കാണുമ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഓൾറെഡി 8 മാർക്കിന് ചോദ്യം ചോദിക്കുമ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. ഒറ്റ ക്വസ്റ്റ്യൻ വെച്ചിട്ട് മീൻ കാണണം, മീഡിയൻ കാണണം, മോഡ് കാണണം. ഒരേ ചോദ്യത്തിൽ നിന്ന് ഈ 3 കാര്യങ്ങളും കാണണം. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം കണ്ടിന്യൂസ് സീരീസ്, അതായത് ക്ലാസ്സും ഫ്രീക്വൻസി ആയിരിക്കും, അല്ലെങ്കിൽ എക്സും എഫും ആയിരിക്കും, അല്ലെങ്കിൽ മാർക്ക് കുട്ടികളുടെ എണ്ണമായിരിക്കും, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ ചോദ്യത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മീഡിയൻ കാണുമ്പോൾ നമ്മളവിടെ ആദ്യം കാണേണ്ടത് തന്നിരിക്കുന്ന എഫിൻ്റെ ടോട്ടൽ കാണുക എന്നുള്ളതാണ്. ശേഷം നമ്മൾ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം, അതായത് LCF കാണണം, അല്ലെങ്കിൽ LF കാണണം. അങ്ങനെയൊക്കെ പലരും എഴുതാറുണ്ട്. LCF എന്ന് എഴുതിയാൽ മതി, ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി. ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണൽ ആദ്യത്തെ ഫ്രീക്വൻസി നമ്പറിലെ ആദ്യത്തെ നമ്പർ എടുത്തെഴുതി അതിനോട് തൊട്ട് താഴെ കാണുന്ന ഓരോ നമ്പറും കൂട്ടി എഴുതുക എന്നുള്ളതാണ്. നമ്മൾ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസിയും മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസിയും, അതായത് ഒജീവ് എന്ന് പറയുന്ന സംഭവം വരയ്ക്കുന്ന സമയത്ത് നമ്മളിത് പഠിച്ചതാണ്. ആ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ അതായത് ഈ LCF കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ സമവാക്യം ഉപയോഗിക്കുകയാണ്. ടോട്ടൽ കാണാനല്ല, സമവാക്യം ഉപയോഗിക്കുക. സമവാക്യം മീഡിയൻ കാണാനുള്ള സമവാക്യം L+n/2 - CF/F × C എന്നുള്ളതാണ് സമവാക്യം. L+n/2 - CF/F × C എന്നുള്ളതാണ് മീഡിയൻ കാണാനുള്ള സമവാക്യം. ഈ സമവാക്യത്തിലേക്ക് നമ്മൾ വിലകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് മോഡ് കാണാനാണ്. മോഡ് കാണാൻ വൺ വേർഡിൽ അല്ലെങ്കിൽ 2 മാർക്കിന് മോഡ് കാണാൻ സാധാരണ ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് മോഡ് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് മോഡ് എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെയും ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് സംഖ്യകൾ കോമട്ട് തന്നിട്ട് അതിൽ മോഡ് ഏതാണെന്ന് ചോദിക്കും. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഏതാണോ അതാണ് മോഡ്. ഇൻഡിവിജ്വൽ സീരീസിൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഏതാണ് അതാണ് മോഡ്. അതായത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വരുന്ന സംഖ്യ ആയിരിക്കും മോഡ്. ഒരു സീരീസ് തന്നാൽ ആ സീരീസിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന സംഖ്യ ഏതാണോ
മോഡാണോ അതെടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. MO മോഡിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് MO എന്നാണ്, അല്ലെങ്കിൽ മോഡ് തന്നെ എഴുതാം. മോഡ് ഈക്വൽ ടു ഇത്ര എന്ന് എഴുതിയ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി. നേരെ മറിച്ച് മോഡ് കണ്ടിന്യൂസ് സീരീസിലേക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കാണാൻ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഫ്രീക്വൻസിയുടെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് കണ്ടെത്തുക. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് കണ്ടെത്തുക. ആ നമ്പർ ഉൾപ്പെടുന്ന ക്ലാസ്സും ആ നമ്പറും കൂടെ നമ്മൾ ഒരു മോഡ് ക്ലാസ് ഉണ്ടാക്കുക, അല്ലാതെ അതിനെ ഒരു ബ്രാക്കറ്റ് ചെയ്യുക. ഓക്കെ, ആ ബ്രാക്കറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സമവാക്യം എഴുതുക. സമവാക്യം മോഡ് കാണാനുള്ള സമവാക്യം MO ഈക്വൽ ടു L പ്ലസ് D1 ബൈ D1 പ്ലസ് D2 ഇൻറ്റു C എന്നുള്ളതാണ് മോഡ് കാണാനുള്ള സമവാക്യം. L പ്ലസ് D1 ബൈ D1 പ്ലസ് D2 ഇൻറ്റു C എന്നുള്ളതാണ് മോഡ് കാണാനുള്ള സമവാക്യം. അവിടെ D1ഉം D2ഉം Cയും Lഉം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മോഡ് കാണാം. ഈ പറഞ്ഞ സംഗതികൾ കണ്ടെത്തേണ്ടത് നമ്മളവിടെ ബ്രാക്കറ്റ് ചെയ്ത് വെച്ച ആ കോളത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്നതാണ്, നിർബന്ധമായിട്ടും പഠിക്കുക. പിന്നെ മോഡൽ എക്സാമിന് ചോദിച്ച ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. Q1ഉം Q3യും കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. Q1 എന്ന് പറഞ്ഞാൽ എന്താണ്, Q3 എന്താണ് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ക്വാർട്ടൈൽ എന്നാണ് പറയുന്നത്. ക്വാർട്ടൈൽ എന്ന് പറയുന്നത് നമ്മളൊരു സീരീസിനെ ഈക്വൽ, അതായത് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. മീഡിയൻ ആണെങ്കിൽ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആയിട്ട് വിഭജിക്കുന്നതാണ്. ഒരു സീരീസിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് വിഭജിക്കുന്നതെങ്കിൽ അതിനെ മീഡിയൻ എന്ന് പറയും. നേരെ മറിച്ച് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു സീരീസിനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അങ്ങനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് വിഭജിക്കുമ്പോൾ നമുക്ക് Q1, Q3, Q2 അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ Q1 കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം അത് ജസ്റ്റ് ഓർമ്മയിൽ വെച്ചാൽ മതി. Q1 എന്ന് പറയുമ്പോൾ 4 പാർട്ടായിട്ട് വിഭജിക്കുമ്പോൾ നമ്മൾ Q1 ഈക്വൽ ടു n+1/4 എന്നാണ് ഇക്വേഷൻ വരുന്നത്. n+1/4 എന്നാണ് ഇക്വേഷൻ വരിക Q1 കാണാൻ. നേരെ മറിച്ച് നമുക്ക് മീഡിയൻ കാണാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു n+1/2 ആണ്. അതായത് മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു സീരീസിനെ 2 ഭാഗങ്ങളാക്കി വിഭജിക്കുന്നതാണ്. ഇവിടെ ക്വാർട്ടൈൽ എന്ന് പറയുന്നത് Q1 കാണാൻ, അത് ക്വാർട്ടൈൽ നമ്മൾ ഒരു സീരീസിനെ 4 ഭാഗങ്ങളാക്കി വിഭജിക്കുന്നതുകൊണ്ട് സമവാക്യം Q1 ഈക്വൽ ടു n+1/4 എന്നാക്കുക. അതുപോലെ തന്നെ Q3 കാണാനാണെന്നുണ്ടെങ്കിൽ Q3 ഈക്വൽ ടു 3n+1/4 എന്നാണ് സമവാക്യം. 3 ഇൻറ്റു അല്ലെങ്കിൽ 3n+1/4 എന്നാണ് ഇക്വേഷൻ കിട്ടുന്നത് Q3 കാണാൻ. Q3 ഈക്വൽ ടു 3n+1/4 എന്നാണ് ഇക്വേഷൻ കിട്ടുക. അപ്പോൾ 3n+1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു n+1/4 എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക, കാരണം മോഡലിന് ചോദിച്ചത് കൊണ്ടാണ് ഞാനത് ഇവിടെ സൂചിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്തായാലും 11 മാർക്ക് വെയിറ്റേജ് ഈ ചാപ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കുക. 6ാമത്തെ ചാപ്റ്റർ ഡിസ്പേർഷൻ ആണ്. അത് നമുക്ക് പഠിക്കാനില്ല, നമുക്ക് ഡിലീറ്റഡ് ആണ്. അതായത് ഇക്കണോമിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്പേർഷൻ ഡിലീറ്റഡ് ആണ്. ഇനി നമുക്ക് 7ാമത്തെ ചാപ്റ്ററാണ് കാണാനുള്ളത്. 7ാമത്തെ ചാപ്റ്റർ കോറിലേഷൻ ആണ്. കോറിലേഷനും നമുക്ക് 8 മാർക്കിന് ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു ചാപ്റ്ററാണ്. 8 മാർക്കിന് ഇതൊന്ന് ചോദ്യം വരും. 8 മാർക്കിന് ഇത് ചോദിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കാറ്റർ ഡയഗ്രാം ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് മോഡലിന് ചോദിച്ചതാണ്, അതിന് മുന്നത്തെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, എല്ലാം അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് ചോദിച്ചതാണ്. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണത്. സ്കാറ്റർ ഡയഗ്രാം, വിവിധ തരം സ്കാറ്റർ ഡയഗ്രാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം 5 തരത്തിലുണ്ട്. 1 പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, 2 പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, 3 പോസിറ്റീവ് കോറിലേഷൻ, 4 നെഗറ്റീവ് കോറിലേഷൻ, 5 നോ കോറിലേഷൻ. ഇങ്ങനെയാണ് ആ കോറിലേഷൻ പിക്ചേഴ്സ് വരുന്നത്, കർവ് വരുന്നത്. ഒന്നുകിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ തന്നിട്ട് അതിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ, അതായത് സ്കാറ്റർ ഡയഗ്രാം വിവിധ തരം ടൈപ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം ഏതൊക്കെയാണെന്ന് ചോദിക്കും, അത് ഡ്രോ ചെയ്യാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ നമുക്ക് ചിത്രം തരും, എന്നിട്ട് അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുക. അപ്പോൾ 2 രീതിയിലായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വരയ്ക്കാനും അതിൻ്റെ പേരെഴുതാനും പഠിക്കുക. ആ ചാപ്റ്ററിൽ അത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ്. പിന്നെ നമുക്ക് മറ്റൊരു ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇൻഡെക്സ് നമ്പർ ആണ്. ഇൻഡെക്സ് നമ്പറും 8 മാർക്കിന് ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇൻഡെക്സ് നമ്പറിൽ യൂസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് പഠിക്കണം. യൂസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി 4 മാർക്കിന് ചോദിക്കാറുണ്ട്. യൂസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ കാൽക്കുലേഷൻ വരുമ്പോൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ളതിൽ സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. സൂചകാംഗം എന്നാണ് നമ്മളിതിന് പറയുന്നത്. സൂചകാംഗം
സൂചകാംഗങ്ങളിൽ സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്, അതായത് ലളിത സൂചകാംഗം. അതുപോലെ തന്നെ രണ്ടാമതൊരു ചോദ്യം സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡാണ്. സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്, ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതായത് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം P01 ഈക്വൽ ടു സിഗ്മ P1 ബൈ P0 സിഗ്മ P0 ഇൻറ്റു 100 ആണ്. P01 ഈക്വൽ ടു സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100 ആണ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് ആണെങ്കിൽ P01 ഈക്വൽ ടു സിഗ്മ P1 ബൈ P0 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുക. അവിടെ പ്രൈസ് റിലേറ്റീവ് കാണണം. പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നതാണ് സിഗ്മ P1 ബൈ P0 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പഴയ വീഡിയോ ആണ്. പഴയ വീഡിയോ കണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അത് തന്നെ കാണുക, മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങളെ അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ CPI എന്താണെന്നൊന്ന് പഠിച്ചു വെക്കണം. CPIയുടെ അനദർ നെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോഡൽ എക്സാമിന് 1 വേർഡിൽ ചോദിച്ചിട്ടുണ്ട്. CPI എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ മറ്റൊരു പേര് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ ആണ്, അല്ലെങ്കിൽ റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ്, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പറാണ്. ഇങ്ങനെ 3 അനദർ നെയിംസ് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിനുണ്ട്. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റീറ്റെയിൽ പ്രൈസ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്, അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് റീറ്റെയിൽ പ്രൈസ് ആണ്. നേരെ മറിച്ച് അനദർ നെയിം ചോദിക്കുകയാണെങ്കിൽ ഈ 3 പേരുകൾ പഠിച്ചു വെക്കണം. ഇനി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാറുണ്ട്, CPI എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുക, CPI എങ്ങനെയാണ് കണക്കാക്കുക എന്ന് ചോദിച്ചാൽ CPI ഈക്വൽ ടു സിഗ്മ WR ഡിവൈഡഡ് ബൈ സിഗ്മ W എന്ന് പറയുന്ന സമവാക്യമാണ് ഉപയോഗിക്കേണ്ടത്. CPI ഈക്വൽ ടു സിഗ്മ WR ഡിവൈഡഡ് ബൈ സിഗ്മ W. അപ്പോൾ ചോദ്യത്തിൽ നമുക്ക് ഇങ്ങനെ പിന്നെ ഐറ്റംസ് തരും, അതുപോലെ തന്നെ വെയിറ്റ്, W എന്ന് പറഞ്ഞ വെയിറ്റ് ആണ്, വെയിറ്റ് തരും. അതുപോലെ തന്നെ 2 കാലയളവിലെ 2 വർഷങ്ങളിലെ അല്ലെങ്കിൽ 2 കാലയളവുകളിലെ വില തരും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ R എന്ന് പറയുന്ന സംഭവം കാണേണ്ടതുണ്ട്. R എന്ന് പറഞ്ഞാൽ പ്രൈസ് റിലേറ്റീവ് ആണ്. പ്രൈസ് റിലേറ്റീവ് എങ്ങനെ കാണുക ഞാൻ നേരത്തെ പറഞ്ഞു. പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത് സിഗ്മ P1 ബൈ P0 ഇൻറ്റു 100 ആണ് പ്രൈസ് റിലേറ്റീവ്. P1 ബൈ P0 ഇൻറ്റു 100 ആണ് പ്രൈസ് റിലേറ്റീവ്. എന്നിട്ട് അത് ആറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ കാണുക. അതായത് സിഗ്മ P1 ബൈ P0 ഇൻറ്റു 100 എന്ന് ടോട്ടൽ ചെയ്ത് കണ്ടാൽ നമുക്ക് അതിൻ്റെ R കിട്ടും. അപ്പോൾ സിഗ്മ WR എന്ന് പറയുന്നത് കിട്ടും. ബൈ സിഗ്മ W ആണ് അതിൻ്റെ ഇക്വേഷൻ, CPIയുടെ ഇക്വേഷൻ. അതുപോലെ തന്നെ WPI എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർമ്മയിൽ വേണം. WPI എന്ന് പറയുന്നത് ജനറൽ പ്രൈസ് ലെവൽ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ സൂചിപ്പിക്കുന്നതാണ് IIP എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ സൂചിപ്പിക്കുന്നതാണ് IAP എന്ന് പറയുന്നത്. അതുപോലെ HDI എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് HDI. അതുപോലെ സെൻസെക്സ് എന്താണ്, നിഫ്റ്റി എന്താണ്, ഇത് രണ്ടും എന്തുമായി റിലേറ്റ് ചെയ്തതാണെന്ന് ചോദിക്കും. സ്റ്റോക്ക് മാർക്കറ്റുമായി റിലേറ്റ് ചെയ്ത 2 പദങ്ങളാണ് സെൻസെക്സ് അതുപോലെ തന്നെ നിഫ്റ്റി എന്ന് പറയുന്നത്. നിഫ്റ്റി NSEയെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് നിഫ്റ്റി എങ്കിൽ, സെൻസെക്സ് എന്ന് പറയുന്നത് BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 8 മാർക്ക് നമുക്കിതൊന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ആണ് 9th ചാപ്റ്റർ, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൽ ആകെ ഒരു ചോദ്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇത് 2 മാർക്ക് മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 4 പോയിന്റ് എഴുതി വെക്കുക. ഇനി 4 മാർക്കിനാണെങ്കിൽ ഇത് മുഴുവനും നമ്മൾ എഴുതി വെക്കണം. നമ്മൾ ആ സ്റ്റെപ്പുകൾ എന്ന് പറയാം. ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം ഓർ ആൻ ഏരിയ ഓഫ് സ്റ്റഡി എന്നുള്ളതാണ്. അതായത് പ്രോബ്ലത്തെ തിരിച്ചറിയുക, പ്രശ്നത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, ഗ്രൂപ്പിനെ ചോയ്സ് ചെയ്യുക എന്നുള്ളതാണ്. തിരഞ്ഞെടുക്കുക, അതായത് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുക. നാലാമത്തത് ഓർഗനൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുക, അവതരിപ്പിക്കുക. അഞ്ചാമത്തത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ഡാറ്റകളെ നമ്മൾ വിശകലനം ചെയ്യുക. അതുപോലെ അടുത്തത് കൺക്ലൂഷനാണ്, ഉപസംഹാരമാണ്. ദെൻ ലാസ്റ്റ് വൺ ബൈബ്ലിയോഗ്രാഫിയാണ്. ബൈബ്ലിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഡാറ്റകൾ, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത് കാണിക്കുന്നതാണ് ഏത് ബൈബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ് എന്നുള്ള
ഈ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തേണ്ടത്. യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നതിൽ ഈ ഒറ്റ ചോദ്യം മാത്രം പഠിച്ചാൽ മതി. 2 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ചോദ്യം മാത്രമാണുള്ളത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ അടയാളപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തി പഠിക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ മുൻപ് നമ്മൾ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുന്നു, പഴയ വീഡിയോ ആണ്, കാണാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഫുൾ മാർക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 വീഡിയോകൾ +1 ഇക്കണോമിക്സിൻ്റെ 4 വീഡിയോ ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് 2 ഇമ്പോർട്ടൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിയുടെ ഭാഗത്തും 2 ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 4 എണ്ണത്തിൽ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ കൃത്യമായിട്ട് കാണുക. അതുപോലെ തന്നെ ചോദ്യങ്ങൾ എഴുതി വെക്കുക, പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.